ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സബ്വേ സഫറിൻ്റെ ഗെയിം കളിക്കാനാണ്. അപ്പോൾ നമ്മളതൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇത് എൻ്റെ ഇതിനകത്ത് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2 ലക്ഷം എന്തോ ആണിത്. ഇതല്ല കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഈ സാധനമാണ് ഞാൻ 2,20,000 അത് മേടിക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ എൻ്റെ ആകെ ഇപ്പോൾ 15,000 രൂപയുള്ളൂ. അതും വെച്ച് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ മേടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കണത്. അപ്പോൾ ഇത് കളിച്ച് പൈസ ഉണ്ടാക്കണം, അതിന് ശേഷം മേടിക്കണം. അപ്പോൾ അതിനകത്തൊരു ചെറിയ കളിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ, കുറേ സ്കേറ്റിംഗ് ബോർഡുണ്ട്. അതിനൊക്കെ 85,000 നല്ല പൈസ വരും ഇതൊക്കെ. അപ്പോൾ 4,000 രൂപയുടെ ഒരു ചെറിയതുണ്ട്. ഇതാണ് എൻ്റെ ലക്ഷ്യം ഉള്ള. വേറെ നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട്, സെലക്ട് ചെയ്യാം. കുറേ സ്കേറ്റിംഗ് ബോർഡുണ്ട്, നല്ല സ്കേറ്റിംഗ് ബോർഡ്. ഗെയ്സ്, അപ്പോൾ നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളിക്കാം ഗെയ്സ്. ഈ സബ്വേ സഫർ അണ്ടർ വാട്ടറാണ്, വെള്ളത്തിൻ്റെ അടിയിലാണ്. സാധാരണ നമ്മുടെ സബ്വേ സഫർ കരയിലാണ്, പക്ഷേ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇതൊക്കെ വെള്ളമാണ്, സമുദ്രത്തിൻ്റെ അടിയിലാണ്. അതാണ് ഇവൻ തലയിൽ മറ്റേ ആ ജാറ് വെച്ചേക്കണം ഓക്സിജൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോയിനൊക്കെ കളക്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ പൊട്ടി ഗൈസ്. അടുത്ത കളി നോക്കാം. നോക്കുവാണെങ്കിൽ വാച്ചുടി കണ്ട കളി കിട്ടും, പക്ഷെ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ കളി കണ്ട. നമുക്ക് അടുത്ത കളി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കളി നോക്കാം. അടുത്ത കളി ഇതേ. അപ്പോൾ ഈ പൈസ മൊത്തം ശേഖരിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സബ്വേ സഫറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യം സ്ലോയിലായിരിക്കും, പിന്നെ സ്പീഡ് കൂടി വരും. ഇപ്പോൾ എൻ്റെ തുടങ്ങിയേക്കണോണ്ട് സ്ലോ ആണ്. നമുക്ക് നോക്കാം. കുറേ കോയിൻസ് കളക്ട് ചെയ്യാനുണ്ട്. 2 ലക്ഷമൊക്കെ എപ്പോൾ ആവാനെങ്കിൽ കുറേ നാൾ കളിക്കണം 2 ലക്ഷമൊക്കെ ആവണമെങ്കിൽ. നിങ്ങളിൽ കാണുന്നതിൽ ആരെങ്കിലും ഇത് സബ്വേ സഫർ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഗേസ്, അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഏകദേശം സ്പീഡൊക്കെ കൂടി വരുന്നുണ്ട് ഗേസ്. എൻ്റെ സംശയം അതല്ല, ഈ വെള്ളത്തിൻ്റെ അടിയിൽ ട്രെയിനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ട്രെയിൻ ഓടുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിലും. ചെറിയ സ്പീഡായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പുറകെ പോകുന്ന സെക്യൂരിറ്റിയും ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ പുറകെ വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. സ്വർണ്ണമൊക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ നമുക്ക് കിട്ടണം. എൻ്റെ ലക്ഷ്യം ആ സ്കേറ്റിംഗ് ബോർഡാണ്. ഇപ്പം എനിക്കുള്ള ഒരു കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആയിട്ടൊരു സ്കേറ്റിംഗ് ബോർഡാണ്. നീരാളിയുടെ കൈയൊക്കെ ബോട്ടാണിത്. ട്രെയിനിൻ്റെയൊക്കെ സ്പീഡ് കൂടിയിട്ടാണ് ചെറുതായിട്ട്. ഇപ്പം ചത്താൻ ഭാഗ്യത്തിന് ഇടിച്ചില്ല. പെട്ടെന്ന് അങ്ങനെ മുമ്പിൽ എന്തെങ്കിലും വരുമ്പോഴേ കാണൂല നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ആ തിളക്കം കാരണം. ഈ സെക്ഷനാണ് എനിക്ക് ഏറ്റവും പേടി. ഇങ്ങനെ സ്വർണ്ണം എടുക്കുമ്പോൾ പെട്ടെന്ന് പോയി മതിലിടിക്കും കണ്ട. അപ്പുറത്തുനിന്ന് ട്രെയിനും വരും, അപ്പോൾ നമ്മളത് ശ്രദ്ധ വിട്ടു കണ്ട. ഇപ്പം ചെറുതായിട്ട് സ്പീഡ് കൂടിയിട്ടുണ്ട് ട്രെയിനിൻ്റെ. എന്താ പേടിച്ചു ഇടിക്കുമെന്ന്. ഇടിച്ചില്ല ഭാഗ്യത്തിന്. നമുക്കൊരു മാഗ്നറ്റ് കിട്ടിയിട്ടുണ്ട്. മാഗ്നറ്റ് ഉണ്ടെങ്കിൽ എവിടുത്തെ കോയിൻ വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഒരു ജെറ്റ് കിട്ടിയിട്ടുണ്ട്. ജെറ്റ് ഈ സാധനം കേട്ടോ, ജമ്പിങ് ഷൂ കിട്ടി. ഈ ഷൂ ഇട്ട് ഇടിച്ചില്ല. ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് ഇടിക്കും ആ സ്ഥലത്ത്. ഭയങ്കര ഇതാണ്. കിട്ടി കുറേ സ്വർണ്ണമുണ്ട്. പക്ഷെ ഒരു മാഗ്നറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫുള്ള് എടുക്കാൻ ഇല്ല. കണ്ട, ട്രെയിനിൻ്റെ ഒക്കെ സ്പീഡ് കൂടി, അതുപോലെ തന്നെ നമ്മുടെയും സ്പീഡ് കൂടി. ഇപ്പോഴാണ് മാഗ്നറ്റ് കിട്ടണത്. കണ്ട, ട്രെയിനിൻ്റെ സ്പീഡ് കൂടി ഭയങ്കര സ്പീഡായി. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇടിക്കുമെന്ന്. ഇല്ല, അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വന്നിട്ട് കുഞ്ഞിട്ട് അപ്പം തന്നെ അങ്ങോട്ട് മാറണം. അപ്പം ചിലപ്പോൾ ഇടിക്കും. ഞാൻ പിന്നെ ഇതൊക്കെ എപ്പോഴും കളിച്ച് ചെറിയ എക്സ്പെർട്ടൊക്കെയാണ്. ഒരു റോക്കറ്റ് കിട്ടി. ഇവിടുത്തെ സ്വർണം ഈ മുകളിൽ കുറേ സ്വർണ്ണം ഉണ്ടാവും, അതും എടുക്കാം റോക്കറ്റിൽ. കണ്ടോ, ഇതൊക്കെ എല്ലയാണ് മുകളിലൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് കണ്ടോ, ഇവിടെയൊക്കെ എല്ലയും ജെല്ലി ഫിഷൊക്കെയാണ്.
ഈ ഷൂ ഇട്ട് ചാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ഈ ഷൂ. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പൊങ്ങുമ്പോൾ പെട്ടെന്ന് പോയി ഇടിക്കും. മുകളിലൊക്കെ വല്ല സാധനം ഉണ്ടെങ്കിൽ തലയിടിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് താഴത്തോട്ട് പോകും. കണ്ട ഇടിച്ചിടിച്ച് ആ ചെടി കണ്ടാലേ വേണ്ടല്ലേ? ആ ചെടി വേണ്ട. പിന്നെ അല്ലെങ്കിൽ ഒരു കീ കൊടുക്കണം. വേണ്ട, കീയൊക്കെ നഷ്ടപ്പെടും. അടുത്ത് എന്തോ നമുക്ക് ബോക്സ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ വീഡിയോ കാണാം. ബൈ ബൈ.